മതാചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും പേരിൽ സ്ത്രീകളെ പൊതുവിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നീക്കങ്ങൾ തുടർക്കഥയാവുകയാണ്. 2022 മെയ് മാസത്തിൽ മലപ്പുറം രാമപുരത്തിനടുത്ത് പാതിരാമണയിൽ അവാർഡ് വാങ്ങാൻ സ്റ്റേജിലേക്ക് വന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തിരിച്ചയച്ചത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. കേരളത്തിന്റെ പുരോഗമന മണ്ണിലാണ് ആ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇത്തവണ മുസ്ലിം പെൺകുട്ടികൾ സാരി ഉടുത്ത് ഓണം ആഘോഷിച്ചതും വലിയ വിവാദമായി. സൈബർ ഇടങ്ങളിൽ ഓണാഘോഷത്തെക്കുറിച്ച് വലിയ ചർച്ച തന്നെയാണ് നടക്കുകയും ചെയ്യുന്നത്. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. AK അഭിലാഷ്, ഇങ്ങനെ നോക്കൂ, നമുക്ക് കൃത്യമായി പേര് പോലും കാണിക്കാൻ കഴിയാത്ത തരത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങൾ, അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ. ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾക്ക് താഴെ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ വിവാദങ്ങളാക്കുകയാണ് ഈ കാലഘട്ടത്തിലും. അനുവദിക്കപ്പെട്ട ഇടത്ത് മാത്രം, അനുവദിക്കപ്പെട്ട ആഘോഷവേദികളിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം എന്നുള്ളതൊക്കെ. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളുടെ മുഖം പോലും പബ്ലിഷ് ചെയ്യാത്ത ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ മുഖം പബ്ലിഷ് ചെയ്യാത്ത ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ വരികയും അതൊക്കെ ആഘോഷിക്കാൻ ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അഭിലാഷ് അത്ഭുതകരം. തീർച്ചയായിട്ടും ഈ ഓണാഘോഷം എന്ന് പറയുന്നത് മതാചാരപരമായുള്ള പ്രശ്നങ്ങളല്ല. നമുക്ക് ഇത്തവണ തന്നെ അറിയാം, പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഓണപ്പാട്ട് പാടിയാണ് ഈ ഓണത്തെ വരവേറ്റത്. അത് കേരള മനസ്സ് എങ്ങനെയാണ് ഏറ്റെടുത്തത് എന്നുള്ള കാര്യം നമുക്ക് മുന്നിലുണ്ട് താനും. അതായത് ഇതുമായി ബന്ധപ്പെട്ട് മതപരമായ ഒരു പ്രശ്നമല്ല ഇത്, സ്ത്രീവിരുദ്ധമായ പാടുകളുടെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022 10ാം ക്ലാസ് വിദ്യാർത്ഥി, ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ അതിനെതിരെ ശാസന എന്ന രൂപത്തിൽ വിമർശനം ഉയർന്നു വരുന്നത്. 2018 ഒരു പെൺകുട്ടി നെറ്റിയിൽ ചന്ദനപ്പൊട്ട് തൊട്ട് ഒരു ടെലിസീരിയലിലോ നാടകത്തിലോ അഭിനയിക്കാനിരുന്നപ്പോൾ ആ കുട്ടിക്കെതിരെ വിമർശനം ഉയർന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ കാലത്തും, അതായത് ഇത്ര പുരോഗമനപരമായി നമ്മൾ കരുതുന്ന കേരളത്തിന്റെ ഇക്കാലത്ത് പോലും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിസ നാടകവുമായി ബന്ധപ്പെട്ട് സ്ത്രീ ഉടലുമായി ബന്ധപ്പെട്ടൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വന്നു. പിന്നീട് അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്ന പ്രശ്നമല്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു മതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു ചില മതങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇത് കൂടുതലായി കാണുന്നു എന്നതിനപ്പുറത്തേക്ക് സാമൂഹ്യമായുള്ള ചുറ്റുപാടുകൾ കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നതാണ് വസ്തുത. ഏതായാലും അക്കാര്യത്തിലാണ് മാറ്റം വരേണ്ടത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ മത്സരിക്കുമ്പോൾ പുരുഷന്മാരുടെ ഫോട്ടോ വെച്ച് വോട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സാഹചര്യത്തിൽ ഒരുപാട് മാറി നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ അതിനെതിരെ വിമർശനം ഉന്നയിച്ച ആളുകളെയൊക്കെ തള്ളിക്കൊണ്ട് പെൺകുട്ടികൾ മുഖ്യധാരയിലേക്ക് വരികയും കലാപരമായ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയത്തിലേക്കൊക്കെ കടന്നു വരികയും വലിയ തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും മികച്ച നേട്ടമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ ഈ പുരോഗമന കാലത്ത് യാഥാസ്ഥികരായ ആളുകളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. പക്ഷേ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഏതായാലും ഈ രീതിയിൽ മുന്നോട്ട് ഇവർക്ക് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ്. അതിനൊക്കെ പരിധിയുണ്ട്. പെൺകുട്ടികളായാലും സ്ത്രീകളായാലും ഇതിനെയൊക്കെ തച്ചുടച്ച് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ശരി, AK അഭിലാഷ് കൂടിയാണ് വിവരങ്ങൾ നൽകിയത്. പട്രിയാർക്കി ഒരു ഉച്ചയുറക്കത്തിന് പോയപ്പോഴല്ല കേരളത്തിലെയോ ലോകത്തെയോ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് വന്നത്. അത് പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിലൂടെ, എഴുത്തിലൂടെ, സാഹിത്യത്തിലൂടെ, കലാരൂപങ്ങളിലൂടെ, രാഷ്ട്രീയത്തിലൂടെ ഒക്കെയാണ്. ഓരോ നിമിഷവും ആ പോരാട്ടങ്ങൾ ശീലമായവർ കൂടിയാണ് നമ്മൾ സ്ത്രീകൾ. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തിട്ടൂരം കൊണ്ട് വീണ്ടും അടുക്കളയിലേക്ക് ഇരുത്തിക്കളയാമെന്ന ചിന്തയുണ്ടാകുന്നത് ഒരു മൗഢ്യമായിരിക്കും എന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു.